ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ. അപ്പോൾ ഇതെൻ്റെ പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിലാദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ ഒരു ടോപ്പിക്സ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ന്യൂസുകളിലെല്ലാം കാണുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നതിനെ പറ്റി. ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് കേസസ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്കും ഒരു മോളുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അവളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഫേസ് ചെയ്തത് ഇതിലും വലിയ പ്രോബ്ലംസാണ് ഇന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 14 ഇയേഴ്സായിട്ട് നല്ല പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് ഒരാളാണ് ഞാൻ. അതായത് കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരിൽ നിന്നാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളാവാം. എൻ്റെ അച്ഛൻ അത്യാവശ്യം ബോൾഡായിട്ടൊരാളാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഒരു സപ്പോർട്ടുമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു പക്ഷേ അച്ഛനെ കണ്ട് വളർന്നത് കൊണ്ടാവാം ഞാൻ ഭയങ്കര ബോൾഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾഡാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബോൾഡല്ല. എനിക്ക് ഉള്ളിൽ ടെൻഷൻസും പേടികളും എല്ലാം ഉള്ളൊരു ആളാണ്. പക്ഷേ ഒരു പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം ഞാനൊന്ന് പതറും. പക്ഷേ അതിനേക്കാൾ ശക്തിയായിട്ട് ഞാൻ മുന്നോട്ട് വരും. അതാണ് എൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അതായത് ഇപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്ത് പോയിട്ട് ആ വീട്ടിൽ ഇഷ്യൂസാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് പ്രോബ്ലംസാണ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു ലാസ്റ്റ് ഡെസിഷൻ എന്ന രീതിയിൽ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വന്നുകൂടാ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് ജോലിയില്ല, മുന്നോട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ എൻ്റെ വീട്ടുകാരെന്നെ അക്സെപ്റ്റ് ചെയ്യില്ല, എനിക്ക് വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ല, എൻ്റെ ഡൗറി കൊടുത്തതെല്ലാം അവർക്ക് കൊടുത്തു, സ്വർണമെല്ലാം അവർക്ക് കൊടുത്തു, അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റില്ല, ചില വീട്ടുകാരാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സഹികെടുമ്പോഴാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്യണു? എന്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചൂടാ? വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ ഇറങ്ങിപ്പോയിട്ട് അത്യാവശ്യം ഒരു അറ്റ്ലീസ്റ്റ് ഒരു വളയോ മാലയെങ്കിലും കയ്യിലുണ്ടാവില്ലേ, കൊണ്ടുപോയിട്ട് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഹോസ്റ്റൽ തിരഞ്ഞെടുത്തുകൂടാ? അവിടെ പോയിട്ട് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഒരു ഗോൾഡ്, അതായത് ഒരു പവൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് 75,000 രൂപയോളം കിട്ടും. അത് കൊടുത്തിട്ട് ഒരു 5,000 10,000 ചിലപ്പോൾ നമുക്കൊരു ഹോസ്റ്റലിൽ കൊടുക്കേണ്ടി വരും. അത് ഹോസ്റ്റലിൽ കൊടുക്കുക, ഒരു മാസത്തെ ഫീസും അടയ്ക്കുക. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ജോബിന് ട്രൈ ചെയ്തുകൂടാ? ഒന്നും വേണ്ട, വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് ക്ലീനിങ്ങിനൊക്കെ ഒരുപാടെടുത്ത്, ഒരു സൂയിസൈഡിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ അത്? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എനിക്ക്, പക്ഷേ എന്നാലും ഞാൻ പറയാറുണ്ട്, ഒരു ജോലിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുക്കളപ്പണി ചെയ്യാൻ എനിക്കറിയാം, നന്നായിട്ട് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ എനിക്കറിയാം, ആ ശമ്പളം മതി എനിക്ക് ജീവിക്കാനെന്ന്. കാരണം എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ്. എന്നാലും ഞാൻ പറയാറുണ്ട്, ഒന്നുമില്ലെങ്കിലും അടുക്കളപ്പണി ചെയ്തെങ്കിലും എനിക്ക് എൻ്റെ 2 മക്കളെ നോക്കാനറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. എന്തിനാണ് അതിൽ നമ്മൾ പേടിക്കുന്നത്? ഇന്ന് പല ഫ്ലാറ്റുകളിലും 4ഉം 5ഉം ഫ്ലാറ്റുകളിൽ ഒരുമിച്ച് പോയി ജോലിയെടുക്കുന്ന സ്ത്രീകളെ നമുക്കറിയാം അല്ലേ. മണിക്കൂറിനിടവിട്ട് 2 മണിക്കൂർ വീതമൊക്കെ ഓരോ ഫ്ലാറ്റിലും പോയി ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്തുനിന്ന് അവർക്ക് മിനിമം 10,000 രൂപ, അല്ലെങ്കിൽ എല്ലാം പോട്ടെ ഏറ്റവും കുറഞ്ഞത് 5,000 രൂപ കിട്ടുമോ? അങ്ങനെ അവരൊരു 2 പോയി കഴിഞ്ഞാൽ ഒരു 10,000 രൂപ കിട്ടും അല്ലേ. അങ്ങനെ ഒരു 4 ആയാൽ അവർക്ക് ഒരു മാസം, അതായത് 20,000 രൂപയോളം ഏറ്റവും കുറഞ്ഞത് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെന്ന് കരുതുക. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാവില്ലേ? അവരിൽ നിന്ന് ഒരു സപ്പോർട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് റെൻറ്റിന് എടുക്കാൻ പറ്റുമല്ലേ? 1 പവൻ സ്വർണ്ണമില്ലാത്ത ഒരു പെൺകുട്ടി ഈ ലോകത്ത് എന്തായാലും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് വിട്ട ഒരു പെൺകുട്ടിയുടെ കയ്യിൽ എന്തായാലും 1 പവൻ സ്വർണ്ണമെങ്കിലും ഉണ്ടാവില്ലേ? അത് കൊടുത്തതിന് ശേഷം വാടകയ്ക്ക് അഡ്വാൻസ് കൊടുക്കുക, ഒരു വീട് വാടകയ്ക്ക് എടുക്കുക. അത്രയും നമുക്ക് ഏതെങ്കിലും ഒരാളെങ്കിലും നമുക്കൊരു ഹെൽപ്പിന് ഉണ്ടാവില്ലേ? അങ്ങനെ ഒരാളെ കൊണ്ടൊരു വീട് വാടകയ്ക്ക് എടുപ്പിക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും.
കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ടൈമിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, വഴികൾ നമ്മൾ കണ്ടുപിടിക്കുക. ഒരു സൂയിസൈഡിലേക്ക് പോകുന്നതിന് പകരം വഴികൾ കണ്ടുപിടിക്കുക. അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വയ്ക്കുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സ്വയം നമ്മൾക്ക് തന്നെ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നിനും ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ ശരിക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്താൽ പെട്ടെന്ന് സ്റ്റക്കാവും. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. പക്ഷേ അടുത്തൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തിനേയും ഫേസ് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾക്ക് ഇന്ന് തന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ നിങ്ങളെ വേണ്ട എന്ന് പറയാനുള്ളൊരു മനക്കരുത്തുണ്ടാവണം. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ, അതായത് ഇപ്പോൾ അച്ഛൻ, അമ്മ ആരായാലും നിങ്ങൾക്കെതിരെ തിരിയുമ്പം വിത്ത് പ്രൂഫ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾക്കെതിരെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലൊരു ഫോണില്ലേ, ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കുക. ഇവരെപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ലൈറ്റായിട്ടൊന്ന് ഓണാക്കി വെക്കുക. അറ്റ്ലീസ്റ്റ് ആ വോയിസ് എങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾക്ക് പ്രൂഫുണ്ട്. മറ്റുള്ളവരോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിന്ന് വിശ്വസിപ്പിക്കാനുള്ള തെളിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അവരാ വീട്ടിൽ എന്താ കാണിക്കുന്നതെന്നും വല്ലപ്പോഴും എപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് വോയിസ് റെക്കോർഡെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. പ്രൂഫ് വേണമല്ലോ, നമ്മളല്ല തെറ്റുകാരി എന്ന് കാണിക്കാനുള്ളൊരു പ്രൂഫ്. അതിനുശേഷം ധൈര്യമായിട്ട് നിൽക്കുക. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നത്? ഇപ്പോൾ എനിക്കെതിരെ ഒരാളൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ്, നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അതിന് നമ്മൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത്? അതിനുശേഷം എന്ത് സ്റ്റെപ്പ് ചെയ്യണമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. വിദ്യാഭ്യാസമുള്ള ഒരാളാണെങ്കിൽ എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത് ഒരു ജോബിന് ട്രൈ ചെയ്യുക. ഒരിക്കലും ജോലിയില്ലാതെ വിദ്യാഭ്യാസവും കളഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയിട്ട് അടിമപ്പണിക്ക് നിൽക്കരുത്. ചിലപ്പോൾ നമുക്കൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ജോബ് കളയേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ കുട്ടി പ്ലേ സ്കൂളിലാവുന്ന ഒരു ടൈം ആവുമല്ലോ. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള ജോബ്സ് കണ്ടെത്തുക. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാമല്ലോ. നമുക്കിപ്പോൾ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സ് ചെയ്യുക. എന്നിട്ടിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ ഉണ്ട്. ചിലയിടത്താണെങ്കിൽ പ്ലേസ്മെൻറ്റും ഉണ്ടാവും. അങ്ങനെ ഒരു ചെറിയ കോഴ്സ് എന്തെങ്കിലും ചെയ്യുക. എന്നിട്ട് കുട്ടികളുടെ ടൈമിങ്ങിനനുസരിച്ച്, അതായത് ഇപ്പോൾ ഒരു ടീച്ചിങ് ജോബൊക്കെ ആണെങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ നമുക്കും പോവാം, അവർ വരുമ്പോൾ നമുക്കും വരാം. ലീവൊക്കെ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും പുറകോട്ട് ചിന്തിക്കാതെ മുന്നോട്ട് ചിന്തിക്കുക. നമ്മൾ സ്വയം മെൻ്റലി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വീക്കായി കഴിഞ്ഞാൽ വീണ്ടും 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 നമ്മളെ വീക്കാക്കാനുള്ള നടപടികളായിരിക്കും ചുറ്റുമുള്ളവർ ചെയ്യുക. പക്ഷെ നമ്മൾ നല്ല സ്ട്രോങ് ആണ്, മെൻ്റലി നല്ല സ്ട്രോങ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊന്ന് ഭയക്കും നമുക്ക് നേരെ വരാൻ. ഇങ്ങോട്ട് ചോദിച്ചാൽ തിരിച്ച് മറുപടി പറയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രവർത്തിച്ചാൽ തിരിച്ച് പ്രവർത്തിക്കും എന്നറിയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരിക്കലും അവർ നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാവില്ല. സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് വഴികളില്ലേ നമ്മൾക്ക് മുന്നിൽ. കുറച്ച് പാട്ട് കേൾക്കുക, ടെൻഷൻ വരുമ്പോൾ, കരച്ചിൽ വരുമ്പോൾ. അതിനെല്ലാം അപ്പുറം നല്ലൊരു സുഹൃത്ത് ഉണ്ടാവണം നമുക്ക്. എന്താ വെച്ചാൽ എല്ലാം നമുക്ക് തുറന്നു പറയാൻ കഴിയുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ അവരോട് നമ്മൾക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റണം. അത് ശരിക്കും പറഞ്ഞാൽ സൈലൻ്റായിട്ട് നിന്ന് കേൾക്കാൻ തയ്യാറാവുന്ന ഒരാളെ വേണം നമ്മൾ സുഹൃത്തായിട്ട് എടുക്കാനും. അയാൾക്ക് അതെല്ലാം കേൾക്കാനും തിരിച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പറ്റണം. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പകുതി പ്രശ്നങ്ങൾ തീരും. നമ്മൾ അവരിലേക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഫ്രസ്ട്രേഷനും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അവരോട് പറഞ്ഞു കഴിയുമ്പം തന്നെ ചിലപ്പോൾ നമ്മളൊന്ന് കൂളാവും. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അവരോടൊന്ന് പറയുക. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ശരിക്കും നല്ലൊരു ഉപദേശം കിട്ടുക. അതായത് നീ അങ്ങനെ ഒന്നും ചെയ്യരുത്, നിനക്ക് ഇതാണ് ചെയ്യേണ്ടത്, നമുക്കൊരു ഒപ്പീനിയൻ കൂടി കിട്ടും. ചിലപ്പോൾ നമുക്ക് പേരൻസിനോട് അത്രയും പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും മതി, അപ്പോൾ കസിൻസോ ആരെങ്കിലും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും മതി. നമ്മളെ കേൾക്കാൻ പറ്റുന്ന ഒരാൾ, നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാവുന്നതിന് നമുക്ക് തിരിച്ചൊരു ഉപദേശം തരാനും പറ്റിയ ഒരാളെ എപ്പോഴും നമ്മൾ കൂടെ കൂട്ടണം. അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ സക്സസ് ആണ്. ഞാനിതിപ്പോൾ തുറന്നു പറഞ്ഞാൽ അവരത് എങ്ങനെ എടുക്കും, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയെന്ന് വിചാരിക്കില്ലേ, അതെനിക്ക് നാണക്കേടല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രയും സേഫായിട്ടുള്ള ഹാൻഡുകളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഷെയർ ചെയ്യാം, അവരോട് പറയാം, മറ്റാരോടും പറയരുതെന്നുള്ള രീതിയിൽ അവരോട് ഷെയർ ചെയ്യാം. പിന്നെ തീരെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ശരിയാണ്, 1-2 കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാം, കുഴപ്പമില്ല. എന്നാലും മാക്സിമം നിങ്ങൾ ഉള്ളിലുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും പറയാൻ ശ്രമിക്കുക. ഈ ഉള്ളിൽ വെച്ച് 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 വീർപ്പുമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക.
ഇത്രയും വർഷം നമ്മൾ വളർന്നില്ലേ? ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? എത്രയോ പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു മാരേജ് സക്സസ് ആവാതെ ഒരുപാട് ഇഷ്യൂസ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തവർ രണ്ടാമതൊരു മാരേജ് കഴിച്ച് സുഖമായി ജീവിക്കുന്നവരെ നമ്മൾ കാണാറില്ലേ? അതുപോലെ നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. ഒരു ഫസ്റ്റ് മാരേജ് ഫ്ലോപ്പായി ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തേണ്ടി വന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി ജീവിച്ച് അവർ ശരിക്കും എല്ലാ ഹാപ്പിനെസ്സോടു കൂടിയും ജീവിക്കുന്ന പറന്ന് നടക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് കാണാൻ കഴിയില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പേരൻസാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാനുള്ള വഴി കണ്ടുപിടിക്കുക. എത്രയും പെട്ടെന്ന് അവിടെ തന്നെ വീണ്ടും 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 നിന്ന് ഇഷ്യൂസ് ഉണ്ടാക്കാതെ അവിടെ നിന്നും മാറാനുള്ള വഴിയാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. എപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നതിന് പറ്റില്ല എന്ന് നമുക്ക് തോന്നിയോ, പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാവുന്നെന്ന് തോന്നിയോ, ആ നിമിഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്ന് മാറാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളവിടെ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം വീണ്ടും 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 ഇഷ്യൂസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് പ്രശ്നം, ഹസ്ബൻഡ് പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്തെങ്കിലും അവിടെ നിന്ന് മാറുക. പിന്നീട് നിന്ന് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂസിൽ കലാശിക്കും. പിന്നീട് ചിലപ്പോൾ ഒരിക്കലും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക, ശരിക്കും ആ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അതിലും നല്ലത് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് മാറുക. അതാണ് ഏറ്റവും നല്ല ഡിസിഷൻ. നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നവരിൽ നിന്നും നമ്മുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, പോസിറ്റിവിറ്റി മാത്രം കൊണ്ടുവരിക. അവിടെ നെഗറ്റീവ് വൈബുള്ള ആൾക്കാരെ നമ്മൾ അടുപ്പിക്കാതിരിക്കുക. അപ്പം തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ നിന്നും ഇല്ലാതാക്കുക. നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലേക്ക്, അതായത് ദൈവത്തിലേക്ക് അടുക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നല്ല പാട്ടുകൾ കേൾക്കുക. ഇഷ്ടമുള്ള എന്താണോ നിങ്ങൾക്കിഷ്ടമുള്ളത് ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുക. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് കുറേ ഫ്രീ ആവും. നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് പലവിധ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് വരും. അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമ്മളെ ആ ലെവലിൽ കൊണ്ടുപോകും. നമ്മൾക്കത് വേണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ആ ലെവലിൽ തന്നെ കൊണ്ടുപോകുള്ളൂ. മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് സ്വയം ചിന്തിക്കുക. അയാൾക്ക് വേണ്ടി ഇല്ലാതാക്കാനുള്ളതാണോ എൻ്റെ ജീവിതം എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ നല്ല സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ജീവിച്ചുകൂടാ എന്ന് ചിന്തിക്കുക. നമ്മൾ മൈൻഡിനെ ബോൾഡാക്കുക. ഞാൻ ഒരിക്കലും ഒരു സൂയിസൈഡിനെ പറ്റി ചിന്തിക്കില്ല, ഞാൻ ജീവിച്ച് കാണിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുക, ആ ഒരു വാശി ഉണ്ടാവുക. എന്നിട്ട് അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക, ബുദ്ധിപരമായി ചിന്തിക്കുക, നല്ല ബോൾഡായിരിക്കുക. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ബുദ്ധിപരമായി ചിന്തിക്കാൻ പറ്റിയാൽ അതിനുള്ള നമുക്ക് വഴികളും നമ്മൾ തന്നെ കണ്ടെത്തും. അതിന് കണ്ടെത്താൻ ഒരുപാട് വഴികൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു മരണത്തെപ്പറ്റി ചിന്തിക്കാതെ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക, ഉറച്ചൊരു തീരുമാനം എടുക്കുക. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നില്ല. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക.